Let's add that wow factor to our eye makeup. കണ്ടില്ലേ ഡിഫറൻസ്? ഐ ഷോ യു ഹൗ ടു ഡു. ഓക്കെ, ഫസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ പിങ്ക് അല്ലെങ്കിൽ ബ്രൗണ്, പീച്ച്, അങ്ങനെ ഏതെങ്കിലും ഒരു കളർ എടുക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമ്മുടെ ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മേളിലും താഴെയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഐബ്രോ പാലറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഐ ഷാഡോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് മേളിൽ നമ്മുടെ ടോപ്പ് ലൈനിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബ്യൂട്ടിഫുൾ ഒരു കാജൽ, അധികം സ്മഡ്ജ് ആവാത്തൊരു കാജൽ എടുത്തിട്ട് നല്ലപോലെ നമ്മുടെ വാട്ടർ ലൈനിലും പിന്നെ ടൈറ്റ് ലൈനും ചെയ്ത് കൊടുക്കുക. ഇതെനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. സൂക്ഷിച്ച് ചെയ്യണേ. പിന്നെ അത് അടിയിൽ നമ്മൾ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ബഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഏതെങ്കിലും ടിപ്പോ എന്തെങ്കിലും കൊണ്ടൊന്ന് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുക. വീണ്ടും ഈ ബ്ലാക്ക് ഐ ഷാഡോയോ ഐബ്രോ പൗഡറോ എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ അടിയിൽ അത് സ്പ്രെഡ് ചെയ്യാതെ നന്നായിട്ടൊരു സ്മോക്കി ഒരു ലുക്ക് വരണം കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക, ടൈഡപ്പ് ആയിരിക്കണം ലുക്ക്. അല്ലാതെ ഒരെണ്ണം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഈ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്തപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ആയിരിക്കണം കാജൽ, അത് നല്ല സ്മോക്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് അത് സെറ്റാക്കണം. നമുക്ക് കളർ ഇങ്ങനെ ചെയ്യുമ്പോൾ കളർ കുറഞ്ഞു പോകുമ്പോൾ വീണ്ടും കളർ ആഡ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. കാജൽ ആഡ് ചെയ്യണം, പിന്നെ ഈ ഐബ്രോ അല്ലെങ്കിൽ ഐ ഷാഡോ പൗഡർ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കണ്ടോ ചെറിയൊരു വിങ് പോലെയും കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഐലൈനർ വെച്ച് ആ വിങ് ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും കുറച്ചും കൂടി ആ കളറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി ഒരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ലുക്ക് ലൈറ്റായിട്ട് ഗ്ലിറ്റർ. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ മസ്കാര അങ്ങോട്ട് വാരി അടിക്കുക. മേളിലും താഴെയും മസ്കാര ഇടാൻ മറക്കരുത് കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ചെറുതായിട്ട് ആ ബ്രോബോൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. പിന്നെ ഇന്നർ കോർണേഴ്സും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര കുറച്ച് സമയം എടുക്കുള്ളൂ. പക്ഷെ നമ്മൾ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്ത പോലെ തോന്നും. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അടിപൊളി. എൻ്റെ ഫേവററ്റ് ലുക്സ്.